എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബഷീർ ദിനം എന്നാണ് നാം ആചരിക്കുന്നത്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എപ്പോഴാണ്? 1908 ജനുവരി 21. ബഷീറിൻ്റെ ജനനസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിൽ. വേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ബഷീർ അന്തരിച്ച വർഷം എപ്പോഴാണ്? ഉത്തരം 1994 ജൂലൈ 5. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണ്? പ്രേമലേഖനം. 1943 ഇത് പ്രസിദ്ധീകരിച്ചു. മജീദും സുഹറയും ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ബാല്യകാല സഖിയിലെ. ബാല്യകാല സഖി എന്ന നോവലിനെ അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം പ്രൊഫസർ MP പോൾ. എട്ടുകാലി, മമ്മുഞ്ഞ് എന്നിവരെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന്. ബഷീറിൻ്റെ ആത്മകഥാംശമുള്ള ജയിൽ നോവൽ ഏതാണ്? മതിലുകൾ. മതിലുകൾ എന്ന നോവലിലെ പ്രധാന സ്ത്രീ കഥാപാത്രം ആരാണ്? നാരായണി. ഈ കഥാപാത്രം നോവലിൽ ഒരിക്കൽ പോലും നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല. പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്ക് ബഷീർ ആദ്യം നൽകാൻ ഉദ്ദേശിച്ച പേര് എന്തായിരുന്നു? പെണ്ണുങ്ങളുടെ ദുനിയാവ്. ബഷീറിൻ്റെ ഏക നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബഷീർ ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം ഉജ്ജീവനം. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ഉത്തരം സോജ രാജകുമാരി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്താണ്? പിതാവ് കായ് അബ്ദുൾ റഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേംപാറ്റ. മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചിട്ടു കളിക്കാരൻ്റെ മകൾ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആരാണ്?
EM അഷറഫ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ഉത്തരം ബാല്യകാല സഖി. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം നേരും നുണയും. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏതാണ്? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം MN കാരശ്ശേരി. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? ഉത്തരം യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അത് ഏതാണ്? ഉത്തരം പൂവമ്പഴം. ബഷീറിൻ്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഉത്തരം ടാറ്റ. ബഷീറിനെ കുറിച്ച് ONV കുറിപ്പ് രചിച്ച കവിത ഏതാണ്? ഉത്തരം എൻ്റെ ബഷീർ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജിയെ കാണാൻ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ്? ഉത്തരം ആകാശമിഠായി. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരിക്കുന്നത്? ഉത്തരം പ്രഭ. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആടിന്. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആരാണ്? ഉത്തരം മമ്മൂട്ടി. ബഷീർ ഏറ്റവും പ്രിയപ്പെട്ടതും ബന്ധം പുലർത്തിയിരുന്നതുമായ മരം ഏതാണ്? ഉത്തരം മാങ്കോസ്റ്റീൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരങ്ങൾ മകൾ പേരോടുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.